ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 30ാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇന്നത്തോടു കൂടി നമ്മൾ 7ാം ക്ലാസ് തീരുകയാണ്. SCRT ബുക്ക് 7ാം ക്ലാസ് നമ്മൾ ഇന്നത്തോടു കൂടി തീരും. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് 7ാം ക്ലാസ് നിന്ന് ഡയറക്റ്റ് നമ്മൾ 10ാം ക്ലാസ്സിലേക്കാണ് കിടക്കുക. കാരണം 10ാം ക്ലാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 8ഉം 9ഉം പഠിക്കാൻ പറ്റും. 8ൽ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, പിന്നെ ഉള്ളത് 9ലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, 10ാം ക്ലാസ് പഠിച്ചതിന് ശേഷം പഠിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ടാസ്കിൽ 2-3 വീഡിയോസ് ഞാൻ തന്നിരുന്നു, അല്ലെ 2 ക്ലാസ്സുകൾക്ക് മുന്നേ തന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നും ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരും. എന്നിട്ട് വീഡിയോ ടാസ്കിന്റെ എക്സാം നമ്മൾ മറ്റന്നാൾ നടത്തും. ഓക്കെ, മറ്റന്നാളായിരിക്കും വീഡിയോ ടാസ്കിന്റെ എക്സാം നടക്കുക. അതായത് ഇന്ന് പഠിക്കാൻ തന്നതും 2 ദിവസം മുന്നേ പഠിക്കാൻ തന്ന വീഡിയോസിന്റെ എല്ലാം കൂടെ എക്സാം നമ്മൾ മറ്റന്നാൾ നടത്തും. അപ്പോൾ വീഡിയോ ടാസ്കും ഏകദേശം തീരാറായി. അതുപോലെ തന്നെ 7ാം ക്ലാസ് വരെയുള്ള SCRT ബുക്കും കഴിഞ്ഞു. ഇനി ആകെ നമുക്കുള്ളത് 10ാം ക്ലാസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, സയൻസിലേക്ക് കടക്കും. ഓക്കെ, മാത്സ് നിങ്ങൾ വേറെ തന്നെ പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. മാത്സിന് വേണ്ടി നിങ്ങൾ ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഓക്കെ, ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചാണ് നിങ്ങൾക്ക് മാത്സ് വളരെ ഈസി ആയിട്ട് കിട്ടും. കാരണം മാത്സിൽ ഫുൾ മാർക്ക് കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീക്ക്ലി ടാസ്ക് ആയിട്ട് തരും. ഒരു 100-200 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീക്ക്ലി ടാസ്ക് ആയിട്ട് തരും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ടാസ്കിന്റെ എക്സാം കഴിഞ്ഞിട്ട് മറ്റന്നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ലാസ്റ്റ് ക്ലാസ് ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണുള്ളത്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്, അല്ലെ? ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീലഗിരി കുന്നുകളിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. നീലഗിരി കുന്നുകളിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണെന്നാണ് ചോദിച്ചത്. ദോഡാബേട്ടയാണ്. ഓക്കെ, ദോഡാബേട്ടയാണ് നീലഗിരി കുന്നുകളിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ദുബ്ഗാർഹാണ്. ദുബ്ഗാർഹാണ് സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്ദാഗാഡ. ഓക്കെ, ജിന്ദാഗാഡയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇതെല്ലാം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ പോവുക, അവിടെ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയിൽ വരും. ഓക്കെ, അതിന് പ്രത്യേകിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, ക്വിസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും കിട്ടും. അഥവാ ഏതെങ്കിലും ആൻസർ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് എഴുതി വെച്ചിട്ട് പിന്നീട് ഒരു തവണ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ ഭാഗം. പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ ഭാഗമാണ് ചോദിച്ചത്. മഹേന്ദ്രഗിരിയാണ്. മഹേന്ദ്രഗിരിയാണ് പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ ഭാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർവ്വഘട്ടത്തിന്റെ ഭാഗമായ പളനി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം. പൂർവ്വഘട്ടത്തിന്റെ ഭാഗമായ പളനി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാലാണ്. ഓക്കെ, കൊടൈക്കനാലാണ് പൂർവ്വഘട്ടത്തിന്റെ ഭാഗമായ പളനി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനമുടിയുടെ നീളമാണ് ചോദിച്ചത്. ആനമുടിയുടെ നീളം എത്രയാണ്? 2695 മീറ്റർ ആണ്. ഓക്കെ, ആനമുടിയുടെ നീളം 2695 മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ലഡാക്കാണ്. ലഡാക്കാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് എന്താണ്? പൂർവ്വഘട്ടമാണ്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് എന്ന് പറയുന്നത് പൂർവ്വഘട്ടമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാരോ ഖാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. ഗാരോ ഖാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്
മേഘാലയയിലാണ്. ഓക്കെ, മേഘാലയയിലാണ് ഗാരോ ഖാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. എവിടാണ്? മേഘാലയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? പൂനെയാണ്. ഡെക്കാനിന്റെ രാജ്ഞി അല്ലെങ്കിൽ ഡെക്കാനിന്റെ റാണി എന്നെല്ലാം ചോദിച്ചാൽ പൂനെയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാൾവ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ. മാൾവ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മധ്യപ്രദേശാണ്, രണ്ടാമത്തേത് രാജസ്ഥാനാണ്. ഓക്കെ, മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് മാൾവ പീഠഭൂമി വ്യാപിച്ച് കിടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ഭാഗം മധ്യപ്രദേശിലാണ്. എന്നാൽ രാജസ്ഥാനിലുമുണ്ട്. അപ്പോൾ മധ്യപ്രദേശും രാജസ്ഥാനുമാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദിച്ചത്. ദാമോദറാണ്. ഓക്കെ, ദാമോദറാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ബുദാൻ കുന്നുകൾ ഏത് പീഠഭൂമിയിലാണ്? കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് പീഠഭൂമിയിലാണെന്നാണ് ചോദിച്ചത്. കർണാടക പീഠഭൂമിയിലാണ്. ഓക്കെ, അല്ലെങ്കിൽ മൈസൂർ പീഠഭൂമി എന്നും കൊടുക്കും. കർണാടക പീഠഭൂമി അല്ലെങ്കിൽ മൈസൂർ പീഠഭൂമിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബാബാ ബുദാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. വിന്ധ്യ ആരവല്ലി നിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. വിന്ധ്യ ആരവല്ലി നിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ചോദിച്ചത്. മാൾവ പീഠഭൂമിയാണ്. ഓക്കെ, വിന്ധ്യ ആരവല്ലി മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് മാൾവ പീഠഭൂമിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. അല്ലെ, ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാഞ്ചി ഏത് പീഠഭൂമിയുടെ ഭാഗമായി നിലകൊള്ളുന്നു? റാഞ്ചി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ് റാഞ്ചി. ഓക്കെ, റാഞ്ചി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 17 ക്വസ്റ്റ്യൻസ് മാത്രമാണ് പഠിച്ചത്. കാരണം ഇനി 7ാം ക്ലാസ്സിൽ അത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യും? 10ാം ക്ലാസ് പഠിക്കും. അതിനു മുമ്പ് മറ്റന്നാൾ നമ്മൾ വീഡിയോ ടാസ്കിന്റെ എക്സാം നടത്തും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. സിലബസ് തീരുക എന്നതല്ല പ്രശ്നം വരെ. ഇവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അല്ലാതെ സിലബസ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തീർക്കാം. പക്ഷേ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓർമ്മയിൽ തന്നെ നിൽക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, ഒരു തവണയോ 2 തവണയോ ഒന്നും പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. എത്ര തവണ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്